ഇന്ന് നമുക്ക് നല്ല കള്ളപ്പം ഉണ്ടാക്കാം കേട്ടോ. കള്ളപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൊഴിച്ചും ഒഴിക്കാതെ നമുക്ക് ആ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കള്ളൊഴിക്കാതെ ഉണ്ടാക്കിയ കള്ളപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക, ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഒരുപാട് വെള്ളമായാലും കൊള്ളില്ല. അപ്പോൾ അതിനൊരു മീഡിയം ലെവലിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം മറിച്ചിടാനും ഈ ഒരു പരുവത്തിൽ മറിച്ചിട്ടിട്ട് അത് അതിൻ്റെ മാവൊക്കെ ഒന്ന് തെറിക്കണം. എന്നാലാണ് പണ്ടത്തെ രീതിയിൽ, തെറിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ രീതിയിൽ അതിൻ്റെ അപ്പം അതേ ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പം കള്ള് ചേർക്കാതെ നമുക്ക് നല്ല ജീരകവും വെളുത്തുള്ളിയും കൂടെ തേങ്ങയുടെ ഒപ്പം അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമേ. അപ്പം കുറച്ച് അരയ്ക്കുമ്പം കുറച്ച് തരിയോടുകൂടി അരയ്ക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അപ്പം കണ്ടാൽ തന്നെ അറിയാം എന്തായാലും അടിപൊളി അപ്പമാണെന്നറിയാം, മനസ്സിലായോ? അപ്പോൾ ഈ അപ്പം പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഒരിക്കലും ആ തവി വെച്ച് പരത്തരുത്, മനസ്സിലായോ? അത് ആ ഒഴിക്കണ ആ ഒരു ഷേപ്പ് അത്രയും ആവശ്യമുള്ളൂ. മൂടി വയ്ക്കുക, മറിച്ചിട്ട് കഴിഞ്ഞ് മൂടി വയ്ക്കുക. ഒരു ലോ ഫ്ലെയിമിലിടരുത്, ഒരു ഫുൾ തീയിൽ വിടരുത്, മനസ്സിലായോ? ഒരു 75% തീയിൽ സ്റ്റൗവിൽ വെച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം അവനിടയ്ക്ക് വന്നു. വിശന്നിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതോ ഞാൻ ചിലപ്പം ഈ അപ്പുറം ഇരിക്കുമ്പോൾ വർത്താനം പറയും കേട്ടോ. അമ്മയുടെ പൊന്നെന്തിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർത്താനം പറയുന്നതുകൊണ്ടാണോ അറിയത്തില്ല. ഒന്നും ആയില്ലേ മമ്മി എന്ന് ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, മോനെ ഇന്ന് രാവിലെ കൊച്ചിന് കള്ളപ്പം തരാട്ടോ എന്ന്. മനസ്സിലായോ എന്നറിയത്തില്ല. എന്തായാലും ഒന്ന് അന്വേഷിച്ച് വന്നു കേട്ടോ. അപ്പം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വയലോട്ട് വെച്ച് കൊടുക്കുന്ന ഒരു കുഞ്ഞുണ്ണി വയ്യ, എന്തെങ്കിലും ഒരു ചെറുത് കേട്ടോ. അപ്പം അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ചുട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. ഈ ചിക്കൻ കറിക്കകത്ത് ഒരു തരി പോലും മല്ലിപ്പൊടി ഇട്ടതല്ല കേട്ടോ. കാരണം മല്ലിപ്പൊടി ഞങ്ങൾ ഈ കഴുകി ഉണങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് തീർന്നായിരുന്നു. അപ്പോൾ മല്ലി ഉണങ്ങാത്തതുകൊണ്ട് പൊടിപ്പിച്ചില്ല. അപ്പം തക്കാളി കൂടുതലിട്ട് കറി ഉണ്ടാക്കുക കേട്ടോ ചെയ്തത്. അപ്പം ചാറായിട്ടല്ല, ചെറിയ കുറിയ രീതി എടുക്കുക കേട്ടോ ഇത്. അപ്പം അവനെ ഞാൻ വിളിക്കുക, ഇവിടെ വാടാമാനെന്ന്. അപ്പം അടുക്കള വന്നപ്പം കൊടുക്കാത്തതിൻ്റെ ഒരു പിണക്കവും പരിഭവം കേട്ടോ അവിടെ ഇരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പം ചച്ചുക്കുട്ടി വന്നു ആദ്യം. അപ്പം അവൾ വന്നപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തു. അതിൻ്റെ ആ സങ്കടം മുഖത്തുണ്ടായിരുന്നു. കാരണം എപ്പോഴും ആദ്യം വരുന്ന അവനാണ് ആദ്യം കൊടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് വീതം വയ്ക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ മുഖം കണ്ടോ, പരാതി അപ്പടിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പം വാരി കൊടുക്കുന്ന ഇവരുടെ ഈ മാറ്റേ വെച്ചാൽ മിക്കവാറും കൊടുക്കുന്നത് കേട്ടോ. അപ്പം സ്ഥിരമായിട്ട് ഇതേതും കഴിച്ചോളൂല്ലോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, എന്തെങ്കിലും വീണാലും ഇവർക്കായിട്ട് ഇട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ അല്ലാതെയും പരിക്കാത്തോടെ ആക്കൂട്ടോ, എന്നാൽ നമുക്കത് വിഷയമുള്ള കേസല്ല. അപ്പം രണ്ടുപേർക്കും ചിക്കനും കൂട്ടി ഞാൻ അപ്പം എടുത്ത് മാറി മാറി കൊടുത്തു കേട്ടോ. രണ്ടുപേരും മേടിച്ച് കഴിച്ചു. അത്യാവശ്യം വയറ് നിറച്ചു കേട്ടോ. അപ്പം ഇടയ്ക്ക് പപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ നോക്കി പെറുക്കി രണ്ടുപേരും കൂടെ അവിടെ കൂടിയിരിക്കുമായിരുന്നേ. പക്ഷേ വയറ് നിറച്ചു കേട്ടോ. രണ്ടുപേരും വയറ് നിറച്ചിട്ട് പോയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പൂപ്പിക്കുള്ളതുമായിട്ട് 2 അപ്പം എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. അപ്പം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസമായിട്ട് അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ചോറ് കൊടുത്തിട്ടും ഒന്നും അവൻ കഴിക്കുന്നില്ല. പാഴ്സ് കൂട്ടിക്കൊടുത്തു, ചിക്കൻ കൂട്ടിക്കൊടുത്തു, അതൊന്നും അവന് അങ്ങനെ ഇച്ചിരി പേരിന് കഴിക്കുന്നിട്ട് അവൻ പോട്ടോ. അവൻ്റെ സങ്കടം എന്തായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. അവന് തിരുമ്മി ആരും ആ വീട്ടിലില്ലാത്തതിൻ്റെ ഒരു സങ്കടം കേട്ടോ അവന്. അപ്പം ഞാൻ പിന്നെ വിളിച്ച് അടുത്ത് നിർത്തി വാരി കൊടുത്തു കേട്ടോ. വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവന് കഴിക്കില്ല എന്ന് തോന്നി. അപ്പം വാരി കൊടുത്തു കഴിഞ്ഞപ്പം അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്നാ പറയണേ, ചുമ്മാ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ 1-2 കഴിക്കുമായിരിക്കും. പക്ഷേ ഇത് ഞാൻ കൊണ്ടുപോയ 2 അപ്പം ആ ചിക്കനും അവനത് മൊത്തം മേടിച്ച് കഴിച്ചു കേട്ടോ. ലാസ്റ്റ് ഒരു കുഞ്ഞുണ്ണിവ കൊടുത്തു കഴിഞ്ഞപ്പം വയറ് നിറച്ചിട്ടാവും പോയത് കേട്ടോ. അപ്പം എനിക്ക് സങ്കടവും കൂടി വന്നു. കാരണം ഈ ഡോഗ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണം അല്ല മുഖ്യമെന്ന് എനിക്ക് പല ട്രിപ്പ് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു സാന്നിധ്യം, നമ്മുടെ ഒരു തലോടലൊക്കെ ഇതുങ്ങൾ ആഗ്രഹിക്കുന്നത്, അതില്ലാതെ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര സങ്കടമാവുന്നത്. അപ്പോൾ ഇവന് ഇത് കഴിച്ചു കഴിഞ്ഞ്, പക്ഷേ ഇവനൊരു സ്വഭാവമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തൂത്തോണ്ടിരുന്നാൽ അങ്ങനെ തൂത്തോണ്ടിരിക്കണം, കൈ എടുത്ത് കഴിയുമ്പോൾ ഇവൻ മുറുമും, മനസ്സിലായോ? അതുപോലെ തന്നെ മുഖത്ത് അഴുക്കൊക്കെ ഒന്ന് തൂക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു തുണിയൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പം വല്ലാണ്ട് ഇറുമുമ്പോഴത്തേനും നമുക്ക് പേടിയാവും കേട്ടോ. അതുകൊണ്ട് ഇവൻ്റെ ആ മുഖമൊക്കെ അങ്ങനെ അവരെ കൊണ്ടും പിടിപ്പിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അവന്
അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്ത് വന്നാലും വേണ്ടില്ല എന്ന് ഓർത്തോണ്ട് ഞാൻ ഭക്ഷണം വയറ് നിറച്ച് 2 നേരവും വാരി കൊടുക്കും കേട്ടോ. അപ്പം ചോറ് അല്ലേ കഴിക്കാൻ പാടുന്ന ഓർത്തോണ്ട് ഞാൻ ഗോതമ്പ് ദോശയോ ഒക്കെ കൊടുത്ത് മാനേ മുത്തേ കണ്ണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്ന് ഞാൻ വയറ് നിറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതേ നടക്കുകയുള്ളൂ. അതിനിടയ്ക്ക് കണ്ടില്ലേ ലാസ്റ്റത്തെ ഉരുളയാണേ, അവനത് വലിയ വെയിറ്റ് ഇട്ട് നോക്കുന്നുണ്ട് കഴിക്കില്ലാതുമായിട്ട്. വയറ് നിറച്ചു കേട്ടോ. വയറ് നിറഞ്ഞ് അവന് പോകാൻ നേരം അവിടെ ഞാൻ ഓസ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നേ, പൊടിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇച്ചിരി 2 തുള്ളി വെള്ളം, നല്ല വെള്ളമായിരുന്നു കേട്ടോ, ആ കിണറിൻ്റെ സൈഡിൽ കൂടെ, കിണർ കുത്തുന്നേ ഉള്ളൂ കേട്ടോ, ആ സൈഡിൽ കൂടെ അങ്ങ് കിടന്നു കേട്ടോ. ബാക്കി ഒരു ഇച്ചിരി അതിൻ്റെ സവാളയൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കൂടി ഞാൻ പിന്നെ അവിടെ ഇഷ്ടംപോലെ കാക്കയുണ്ടായിരുന്നു. കാക്ക കുഞ്ഞു വിരിഞ്ഞ് ഒരു 2 അപ്പനും അമ്മയും 2 പിള്ളേരും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും വരും കേട്ടോ. അപ്പം ഞാനതാ മതിലിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുത്തേച്ചു കേട്ടോ. അപ്പം എന്നാൽ ഇനി വീട്ടിൽ പൊക്കുമെന്ന് പറഞ്ഞപ്പോൾ അവനെങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അവന് ഒരു തലോടലൊക്കെ